Dear students, welcome to Bosco Campus Vision. This is Ajay Joseph Chako, Assistant Professor, Don Bosco College, Kottayam. In this video, I discuss the second part of the topic, types of financial markets, from the subject Financial Services for BBA Semester 3 students of the Kerala University. In lecture 5, we have already discussed the types of financial markets like money market, capital market, and financial mortgages market. In this lecture, I discuss the fourth type of financial market, which is the financial guarantees market. The financial guarantees market is an independent market. It is a financial service market. It is a center where finance is provided against the guarantee of a reputed person in the financial circle. There are many types of guarantees. അഞ്ചാമത്തെ ലെക്ചറിൽ നമ്മൾ ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ 3 ടൈപ്സ് പഠിച്ചായിരുന്നു. മണി മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ്, ഫിനാൻഷ്യൽ മോർഗേജസ് മാർക്കറ്റ്. ഇവിടെ നാലാമതായി നമ്മൾ പഠിക്കുന്ന ഫിനാൻഷ്യൽ ഗ്യാരണ്ടീസ് മാർക്കറ്റാണ്. ഫിനാൻഷ്യൽ ഗ്യാരണ്ടീസ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് മാർക്കറ്റാണ്, സ്വതന്ത്രമായിട്ടുള്ള മാർക്കറ്റാണ്. മാത്രമല്ല ഇതിനെ ഫിനാൻഷ്യൽ സർവീസ് മാർക്കറ്റ് എന്നുകൂടി പറയാനായിട്ട് സാധിക്കും. ഇവിടെ ഫിനാൻഷ്യൽ സർക്കിളിലുള്ള ഒരു സാമ്പത്തിക മേഖലയിലുള്ള അംഗീകൃതമായ ചില വ്യക്തികൾ, റെപ്യൂട്ടഡ് പേഴ്സൺസ്, അവർ നൽകുന്ന ഉറപ്പിൻ്റെ മേൽ അഥവാ ഗ്യാരൻറ്റിയുടെ മേൽ ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മാർക്കറ്റാണ് ഫിനാൻഷ്യൽ ഗ്യാരണ്ടീസ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, റെപ്യൂട്ടഡ് പേഴ്സൺ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി, ഇൻഡിവിജ്വൽ മാത്രമല്ല. റെപ്യൂട്ടഡ് പേഴ്സണിനകത്ത് ഇറ്റ് ഇൻക്ലൂഡ്സ് ബാങ്ക്സ്, ഗവൺമെൻറ് എക്സെട്ര. ഗവൺമെൻറ് ഉൾപ്പെടാം, ബാങ്കുകൾ ഉൾപ്പെടാം. ഇവയൊക്കെയാണ് ഈ റെപ്യൂട്ടഡ് പേഴ്സൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റെപ്യൂട്ടഡ് പേഴ്സൺസ്, ബാങ്കുകളോ ഗവൺമെൻറ്റുകളോ ഒക്കെ നൽകുന്ന ഈടിൻ്റെ പുറത്ത്, ഗ്യാരണ്ടിയുടെ പുറത്ത് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്ന, പൈസ നൽകുന്ന ഒരു മാർക്കറ്റാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇനി ഈ റെപ്യൂട്ടഡ് പേഴ്സൺസ് അഥവാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാങ്കുകളോ ഗവൺമെൻറ്റോ ഒക്കെ നൽകുന്ന ഗ്യാരണ്ടീസ് പല വിധമുണ്ട്. So the different forms of guarantees are: number 1, performance guarantee. It covers the payment of earnest money, retention money, advance payments, etc. These guarantees are given by the banks to government or public bodies on behalf of the contractors undertaking to pay the penalty in the event of the non-fulfillment of the contract. ഒരു കോൺട്രാക്റ്റിൽ അല്ലെങ്കിൽ ഒരു കരാറിൽ ഏർപ്പെടുമ്പോൾ ആ കരാറ് പൂർത്തീകരിക്കും അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് പ്രാവർത്തികമാക്കും എന്നതിനൊക്കെ ഉറപ്പ് നൽകേണ്ടതായിട്ടുണ്ട് കരാറുകാർ. ആരോട് കരാറ് ചെയ്താലും ആ കരാറ് പൂർത്തീകരിക്കും അല്ലെങ്കിൽ പൂർത്തീകരിക്കാനുള്ള ശേഷിയുണ്ട് എന്നുള്ളതിനെയൊക്കെ ഉറപ്പിലേക്കായി ചില തുകകൾ കൊടുക്കേണ്ടതായിട്ട് വരും. അത്തരം തുകകളിൽ 3 എണ്ണമാണ് ഇവിടെ നമ്മൾ വിശദീകരിച്ചിരിക്കുന്നത്. ഒന്ന്, ഏണസ്റ്റ് മണി. എന്താണ് ഏണസ്റ്റ് മണി? മണി പെയ്ഡ് ടു കൺഫേം എ കോൺട്രാക്ട് ഇസ് ഏണസ്റ്റ് മണി. ഒരു കോൺട്രാക്റ്റ് പൂർത്തീകരിക്കും അല്ലെങ്കിൽ ആ കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ നൽകുന്ന ഒരു ഉറപ്പിനെയാണ് ഏണസ്റ്റ് മണി എന്ന് പറയുന്നത്. ഒരു ഉദാഹരണത്തിന്, ഇപ്പോൾ ഒരു കരാറ് ഏറ്റെടുത്തു, ആ കരാറ് ഭംഗിയായിട്ട് പൂർത്തീകരിക്കും എന്നതിലേക്ക് ഉറപ്പിനായി നമ്മൾ നൽകുന്ന ഒരു തുകയാണ് ഏണസ്റ്റ് മണി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ റിറ്റൻഷൻ മണി. റിറ്റൻഷൻ മണി ഈസ് ആൻ എമൗണ്ട് ഹെൽഡ് ബാക്ക് ഫ്രം എ പേയ്മെൻറ്റ് മെയ്ഡ് അണ്ടർ എ കൺസ്ട്രക്ഷൻ കോൺട്രാക്റ്റ്. സ്വാഭാവികമായിട്ടും നിർമ്മാണ കരാറുകളിലാണ് സാധാരണ റിറ്റൻഷൻ മണി ഉണ്ടാകുന്നത്. ഇപ്പോൾ കരാറിന് ഒരു തുകയ്ക്കായിരിക്കും നമ്മൾ കരാറ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു നിർമ്മാണ പ്രക്രിയ നടത്താൻ ഇത്ര രൂപ കരാറ് ചെയ്യുന്നു. ആ തുക മുഴുവനായിട്ട് കരാറുകാരന് ഒരിക്കലും നൽകില്ല. അതിനകത്ത് കുറച്ച് തുക അവർ ഹോൾഡ് ബാക്ക് ചെയ്യും, റീറ്റെയിൻ ചെയ്യും, പിടിച്ചു വയ്ക്കും. അതിനെയാണ് റിറ്റൻഷൻ മണി എന്ന് പറയുന്നത്. ആ കരാറ് ഭംഗിയായിട്ട് പൂർത്തീകരിച്ച് കഴിയുമ്പോൾ മാത്രമേ ആ തുക നൽകുകയുള്ളൂ. അതേപോലെ തന്നെ അഡ്വാൻസ് പേയ്മെൻറ്റ്സ്. നമ്മൾ ഒരു വസ്തു മേടിക്കുന്ന ഒരു കരാറിലായാലും അല്ലെങ്കിൽ
അത്തരത്തിലുള്ള കരാറുകളിലായാലും അഡ്വാൻസ് പേയ്മെൻറ്റ്സ് നടത്താറുണ്ട്. നമ്മൾ ആ പറഞ്ഞ സമയത്ത് ആ കരാറ് പൂർത്തീകരിക്കുമെന്ന ഉറപ്പിലേക്കായി ചില അഡ്വാൻസ് പേയ്മെൻറ്റ്സ് നടത്താറുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ പെർഫോമൻസ് ഗ്യാരണ്ടിക്കകത്ത് കവർ ചെയ്യുന്ന കാര്യങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ എന്താണ് പെർഫോമൻസ് ഗ്യാരണ്ടി എന്ന് വെച്ചാൽ ഇനി ഞാൻ വിശദീകരിക്കാൻ പോവുകയാണത്. അതായത് ഒരു കരാറ് അത് ഭംഗിയായിട്ട് പൂർത്തീകരിക്കും അല്ലെങ്കിൽ കൃത്യസമയത്ത് ചെയ്യും എന്ന ഉറപ്പിലേക്കായി കോൺട്രാക്ടേഴ്സ് അഥവാ കരാറുകാർ ഗവൺമെൻറ്റിനോ പബ്ലിക് ബോഡീസിനോ സർക്കാരിനോ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കോ നൽകേണ്ട ഉറപ്പ് അല്ലെങ്കിൽ ഉറപ്പിലേക്കുള്ള തുകയാണ് ഈ ഏണസ്റ്റ് മണി, റിട്ടൻഷൻ മണി, അഡ്വാൻസ് പേയ്മെൻറ്റ്സ് എന്നൊക്കെ പറയുന്നത്. ഇതെല്ലാം ആ കരാറുകാർക്ക് പകരമായിട്ട് അല്ലെങ്കിൽ അവരുടെ പേരിൽ ബാങ്കുകൾ ഗവൺമെൻറ്റിന് നൽകിക്കൊള്ളാം അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് നൽകിക്കൊള്ളാം എന്ന് ഉറപ്പ് നൽകുന്നതിനെയാണ് പെർഫോമൻസ് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. അതായത് ഈ കോൺട്രാക്ടേഴ്സ് അവർ ആ കരാറിൽ വാഗ്ദാനം ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ പെർഫോം ചെയ്തു കൊള്ളും അല്ലെങ്കിൽ അത് നടപ്പിലാക്കിക്കൊള്ളും അല്ലെങ്കിൽ അത് പൂർത്തീകരിച്ചു കൊള്ളും എന്ന് ഉറപ്പ് നൽകുന്നത് അവർക്ക് പകരം ആ കോൺട്രാക്ടേഴ്സിന് പകരം ബാങ്കാണ്. അപ്പോൾ ബാങ്കാണ് ഈ തുകകൾ നൽകുന്നത്. കരാറുകാർ അവർ ഏറ്റെടുക്കുന്ന കരാറുകൾ ഭംഗിയായിട്ടും കൃത്യമായിട്ടും ഒക്കെ പൂർത്തീകരിക്കുന്നതിന് നൽകുന്ന ഉറപ്പുകളാണ് ഈ ഏണസ്റ്റ് മണി, റിട്ടൻഷൻ മണി, അഡ്വാൻസ് പേയ്മെൻറ്റ്സ്. ഇവിടെ ആ കരാറുകാർ അത് നൽകുന്നതിന് പകരമായിട്ട് അവർ ഭംഗിയായിട്ട് പ്രവർത്തിക്കും അല്ലെങ്കിൽ ആ കരാർ പൂർത്തീകരിക്കും എന്ന ഉറപ്പിലേക്കായി കോൺട്രാക്ടേഴ്സിന് പകരം ഇവിടെ ബാങ്കുകൾ ഗവൺമെൻറ്റിനോ പബ്ലിക് ബോഡീസിനോ ഗ്യാരണ്ടി നൽകും. ഇതിനെയാണ് നമ്മൾ പെർഫോമൻസ് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. The second form of guarantee is the financial guarantee. It covers only financial contracts. The main sources of guarantee in India are personal guarantee. It is the guarantee given by the individual to obtain loans from cooperative banks or stands as a surety for chit funds, etc. ഗ്യാരണ്ടികളിൽ രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഗ്യാരണ്ടിയാണ്. ഫിനാൻഷ്യൽ ഗ്യാരണ്ടി ഫിനാൻഷ്യൽ കോൺട്രാക്ട്സിന് മാത്രമേ ബാധകമായിട്ടുള്ളൂ. ഫിനാൻഷ്യൽ കോൺട്രാക്ട്സിന് മാത്രം നൽകുന്ന ഉറപ്പ് അല്ലെങ്കിൽ ഗ്യാരണ്ടിക്ക് പറയുന്ന പേരാണ് ഫിനാൻഷ്യൽ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. സാമ്പത്തികം ഉൾപ്പെടുന്ന കരാറുകൾക്ക് നൽകുന്ന ഗ്യാരണ്ടിയാണ് ഫിനാൻഷ്യൽ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഈ ഫിനാൻഷ്യൽ ഗ്യാരണ്ടീസിന് ഒത്തിരി സോഴ്സസ് ഉണ്ട്. അതിലൊരു സോഴ്സാണ് പേഴ്സണൽ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. അതായത് കോപ്പറേറ്റീവ് ബാങ്ക്സ്, സഹകരണ ബാങ്കുകളിൽ നിന്ന് അല്ലെങ്കിൽ ചിറ്റ് ഫണ്ട്സ്, ചിട്ടികളിൽ ഒക്കെ വ്യക്തികൾ, ഇൻഡിവിജ്വൽസ് ഉറപ്പ് നൽകുന്ന, ജാമ്യം നിൽക്കുന്നതിനെ ഒക്കെയാണ് പേഴ്സണൽ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കോപ്പറേറ്റീവ് ബാങ്ക്, സഹകരണ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കണം. ആ ലോൺ എടുക്കുന്ന വ്യക്തി അത് അടച്ചില്ല എങ്കിൽ അടച്ചുകൊള്ളാമെന്ന് മറ്റൊരാൾ, ഒരു വ്യക്തി ജാമ്യം നിൽക്കണം അല്ലെങ്കിൽ ഗ്യാരണ്ടി നിൽക്കണം. അതിനാണ് പേഴ്സണൽ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ചിറ്റ് ഫണ്ട്സ്, ചിട്ടികൾ, ചിട്ടി നമ്മൾ ചിട്ടിയിൽ ചേർന്നു, നമുക്ക് ചിട്ടി അടിച്ചു, നമ്മൾ പിടിക്കാൻ നേരത്ത് ആ തുകയിഞ്ഞ് ലഭിക്കുമ്പോൾ ബാക്കി ചിട്ടിയുടെ ഓരോ മാസത്തവണകൾ നമ്മൾ അടച്ചുകൊള്ളും എന്ന് ഉറപ്പ് കൊടുക്കണം. ആ ഉറപ്പിന് ഒരാളുടെ ജാമ്യം ആവശ്യമാണ്, ഗ്യാരണ്ടി ആവശ്യമാണ്. ഇതിനെല്ലാം നമ്മൾ പേഴ്സണൽ എന്ന് പറയും. അപ്പോൾ കോപ്പറേറ്റീവ് ബാങ്ക്സിൽ നിന്ന് ലോൺ എടുക്കുന്നതിന് അല്ലെങ്കിൽ ചിറ്റ് ഫണ്ട്സിന്, ചിട്ടിയിലൊക്കെ ഷുവർട്ടി ആയിട്ട് നിൽക്കുന്നത്, ജാമ്യം നിൽക്കുന്നതിന്, ഇതിനെയൊക്കെ നമ്മൾ പേഴ്സണൽ ഗ്യാരണ്ടി എന്ന് പറയാം. ഇതെല്ലാം ഫിനാൻഷ്യൽ കോൺട്രാക്ട്സ് ആണ്. അതുകൊണ്ടാണ് ഇതിനെ ഫിനാൻഷ്യൽ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ ഗ്യാരണ്ടിയിൽ ഒന്നാമത്തെയാണ് പേഴ്സണൽ ഗ്യാരണ്ടി. Second type of financial guarantee is government guarantee. The center and state governments are providing guarantees in a number of instances. The government stands as a guarantor for public sector enterprises to obtain finance from the financial institutions. അപ്പോൾ ഫിനാൻഷ്യൽ ഗ്യാരണ്ടിയിൽ രണ്ടാമത്തത് ഗവൺമെൻറ് ഗ്യാരണ്ടിയാണ്. അതായത് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും, കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റുകളും പല അവസരങ്ങളിലും ഗ്യാരണ്ടീസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇത്തരം ഗ്യാരണ്ടീസിനെയാണ് ഗവൺമെൻറ് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസിന് ഫിനാൻസ് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്
മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് ഒരു പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസിന് ഫിനാൻസ് ഒബ്റ്റെയിൻ ചെയ്യാൻ ഗവൺമെൻറ് ഗ്യാരണ്ടറായിട്ട് നിൽക്കുന്നതിനാണ് ഗവൺമെൻറ് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. അത് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് ഉണ്ട്. ഇപ്പോൾ റെയിൽവേ ആയാലും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ KSRTC പൊതുമേഖലയിലുള്ള ഒരു കോർപ്പറേഷനാണ്. അപ്പോൾ ആ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസിന് KSRTCക്ക് കടമെടുക്കുന്നതിന് ഗ്യാരണ്ടറായിട്ട് അല്ലെങ്കിൽ ഗ്യാരണ്ടി ആയിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ നിൽക്കുന്നതിന് ഗവൺമെൻറ് ഗ്യാരണ്ടി എന്ന് പറയും. അപ്പോൾ ഇത്തരത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ആയാലും സംസ്ഥാന ഗവൺമെൻറ് ആയാലും ചില പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് ലഭിക്കാൻ വേണ്ടി, കടമെടുക്കാൻ വേണ്ടി ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഗ്യാരണ്ടറായിട്ട് നിൽക്കുന്നതിനെയാണ് ഗവൺമെൻറ് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. Third form of financial guarantee is institutional guarantee. It is the guarantee provided by the institutions like LIC, statutory financial institutions, specialized financial institutions like Credit Guarantee Corporation, Deposit Insurance and Credit Guarantee Corporation, etc. ഇനി രണ്ടാമത്തെ ഫിനാൻഷ്യൽ ഗ്യാരണ്ടി എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഗ്യാരണ്ടിയാണ്. അപ്പോൾ ചില ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് കടമെടുക്കുമ്പോൾ അല്ലെങ്കിൽ ലോൺ അവൈൽ ചെയ്യുമ്പോൾ അതിന് LICയോ സ്റ്റാറ്റ്യൂട്ടറി ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസോ അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസായ ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷനോ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷനോ ഒക്കെ നൽകുന്ന ഗ്യാരണ്ടി അഥവാ ഉറപ്പിനാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ഇപ്പോൾ ഏതെങ്കിലും പൊതുമേഖലാ സ്ഥാപനങ്ങളായാലും മറ്റ് സ്ഥാപനങ്ങളായാലും അവയ്ക്ക് വേണ്ടി ഫണ്ട് കടമെടുക്കുമ്പോൾ അതിന് ഗ്യാരണ്ടി നിൽക്കുന്നത് അല്ലെങ്കിൽ ഉറപ്പ് നിൽക്കുന്നത്, ഈട് നിൽക്കുന്നത് LICയോ അതുപോലുള്ള സ്റ്റാറ്റ്യൂട്ടറി ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസോ ഒക്കെ ആണെങ്കിൽ അതിന് നമ്മൾ പറയും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഗ്യാരണ്ടി എന്ന് പറയും. Fifth type of financial market is the foreign exchange market. Foreign exchange refers to the process of conversion of home currencies into foreign currencies and vice versa. ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റാണ് അഞ്ചാമത്തെ ടൈപ്പ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമായി ഫോറിൻ എക്സ്ചേഞ്ച് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഹോം കറൻസീസിനെ എന്നുവെച്ചാൽ ഒരു രാജ്യത്തിൻ്റെ കറൻസിയെ ഫോറിൻ കറൻസി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഫോറിൻ കറൻസിയെ ഹോം കറൻസി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്, ഇതിന് രണ്ടിനെയും നമ്മൾ ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറയും. ഒന്നുകൂടെ പറയാം, ഹോം കറൻസിയെ ഫോറിൻ കറൻസി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെയും ഫോറിൻ കറൻസിയെ ഹോം കറൻസി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെയും നമ്മൾ ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറയും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യൻ കറൻസിയെ അമേരിക്കൻ ഡോളറായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെ ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറയും. അതേപോലെ തന്നെ തിരിച്ച് അമേരിക്കൻ ഡോളറിനെ ഇന്ത്യൻ കറൻസി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെയും ഫോറിൻ എക്സ്ചേഞ്ച് എന്നാണ് പറയുന്നത്. ഇതാണ് ഫോറിൻ എക്സ്ചേഞ്ച്. Now let us see the definition of foreign exchange market. According to Kinley Berger, foreign exchange market is a place where foreign monies are bought and sold. This market deals with exchange of foreign currency, notes, coins and bank deposits denominated in foreign currency units, and liquid claims like drafts, travelers checks, letters of credit and bill of exchange expressed in Indian rupee but payable in foreign currency. അപ്പോൾ നമുക്ക് ഡെഫിനിഷനിലേക്ക് വരാം. ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിൻ്റെ ഡെഫിനിഷനിലേക്ക് വരാം. അതായത് ഫോറിൻ മണി, വിദേശ നാണ്യം വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന മാർക്കറ്റിനെയാണ് നമ്മൾ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഈ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിൽ ഫോറിൻ കറൻസിയിൽ ഡീൽ ചെയ്യും. ഫോറിൻ കറൻസി നോട്ട്സ്, കോയിൻസ്, ബാങ്ക് ഡെപ്പോസിറ്റ്സ്, അതേപോലെ തന്നെ ലിക്വിഡ് ക്ലെയിംസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡ്രാഫ്റ്റ്, ട്രാവലേഴ്സ് ചെക്ക്, ലെറ്റേഴ്സ് ഓഫ് ക്രെഡിറ്റ്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഈ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയും. ഈ ഡ്രാഫ്റ്റ്, ഡിമാൻഡ് ഡ്രാഫ്റ്റ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ഡ്രാഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് അതിനകത്ത് ക്യാഷ് ലഭിക്കും. അതുകൊണ്ടാണ് അതിനെ ലിക്വിഡ് ക്ലെയിംസ് എന്ന് പറയുന്നത്. ട്രാവലേഴ്സ് ചെക്ക്,
നമ്മൾ യാത്രയൊക്കെ പോകുമ്പോൾ പൈസ ക്യാഷ് വെക്കാതിരിക്കാൻ വേണ്ടി, അല്ലെ മോഷണമൊക്കെ തടയാൻ വേണ്ടിയിട്ടൊക്കെയാണ്, അതിനകത്തൊക്കെ രക്ഷ തേടാൻ വേണ്ടിയിട്ടാണ് ട്രാവലേഴ്സ് ചെക്ക് എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ ട്രാവലേഴ്സ് ചെക്ക് കൊണ്ടുപോകുമ്പോൾ ആ ട്രാവലേഴ്സ് ചെക്ക് പ്രൊഡ്യൂസ് ചെയ്ത് അപ്പോൾ നമുക്ക് അതിനെ ക്യാഷാക്കി മാറ്റാൻ സാധിക്കും. അതേപോലെ തന്നെ ലെറ്റേഴ്സ് ഓഫ് ക്രെഡിറ്റും ബിൽ ഓഫ് എക്സ്ചേഞ്ചും ഈ എക്സ്പോർട്ട് ട്രേഡിലും ഇമ്പോർട്ട് ട്രേഡിലും ഒക്കെ വ്യാപകമായിട്ട് യൂസ് ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റാണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റും ബിൽ ഓഫ് എക്സ്ചേഞ്ചും. അപ്പോൾ ഈ ലെറ്റർ ഓഫ് ക്രെഡിറ്റും ഇതേപോലെ തന്നെയാണ്, പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉടനെ ക്യാഷ് ലഭിക്കും, ബിൽ ഓഫ് എക്സ്ചേഞ്ച് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും ക്യാഷ് ലഭിക്കും. അപ്പോൾ ഈ ലിക്വിഡ് ക്ലെയിംസ്, ഇത്തരത്തിലുള്ള എല്ലാ ലിക്വിഡ് ക്ലെയിംസ് എക്സ്പ്രസ്ഡ് ഇൻ ഇന്ത്യൻ റുപ്പിയിലാണ് ഇതിൻ്റെ എല്ലാ എമൗണ്ട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമ്മൾ പേ ചെയ്യേണ്ടത് ഫോറിൻ കറൻസിയിലാണ്. അപ്പോൾ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിൽ ഇതെല്ലാം ഡീൽ ചെയ്യും. അപ്പോൾ നമ്മൾ ഇന്ത്യൻ റുപ്പിയിലാണ്, ഇപ്പോൾ 10,000 രൂപയുടെ ഒരു ഡ്രാഫ്റ്റ് പേ ചെയ്യേണ്ട ഫോറിൻ കറൻസിയിലാണ്. അപ്പോൾ 10,000 ഇന്ത്യൻ റുപ്പിക്ക് തത്തുല്യമായ ഫോറിൻ കറൻസി നമ്മൾ പേ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കുന്ന, അല്ലെങ്കിൽ അത് വാങ്ങാൻ, ആ ഫോറിൻ കറൻസി വാങ്ങാൻ ഉള്ള സൗകര്യം ഒരുക്കി തരുന്ന മാർക്കറ്റാണ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്ന് പറയുന്നത്. ചുരുക്കി പറയുമ്പോൾ വിദേശ പണം അല്ലെങ്കിൽ വിദേശ നാണ്യം വാങ്ങുകയും വിൽക്കുകയും, ഫോറിൻ കറൻസി വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന മാർക്കറ്റിനെയാണ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്ന് പറയുന്നത്. അതിലെന്തൊക്കെ ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞത്. അതായത് വിദേശ കറൻസി നോട്ട്സ് അല്ലെങ്കിൽ കോയിൻസ്, ബാങ്ക് ഡെപ്പോസിറ്റ്, ഇപ്പോൾ കറൻസി നോട്ട്സ് ആയാലും കോയിൻസ് വാങ്ങുന്നതും വിൽക്കുന്നതും ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിൽ ഡീൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതേപോലെ തന്നെ ലിക്വിഡ് ക്ലെയിംസ്, ഇപ്പോൾ ഡ്രാഫ്റ്റ് നമ്മൾ ഇപ്പോൾ വെളി രാജ്യത്തേക്ക് പോകുന്ന ഡ്രാഫ്റ്റ് ഇന്ത്യൻ മണിയിലാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ എമൗണ്ട്. അപ്പോൾ ആ വെളി രാജ്യത്ത് നിന്ന് ആ ഡ്രാഫ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ ഡ്രാഫ്റ്റ് പറഞ്ഞിരിക്കുന്ന ഇന്ത്യൻ കറൻസിയിലുള്ള എമൗണ്ടിന് ഈക്വൽ ആയിട്ടുള്ള ഫോറിൻ കറൻസി നമുക്ക് ലഭിക്കും. അതേപോലെ തന്നെ ട്രാവലേഴ്സ് ചെക്ക്, നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഇപ്പോൾ 1,00,000 രൂപയുടെ ഒരു ട്രാവലേഴ്സ് ചെക്ക് എടുത്തുകൊണ്ട് പോകും. നമ്മൾ അമേരിക്കയിൽ യാത്ര ചെയ്യുന്ന വിചാരിക്കും. അപ്പോൾ അമേരിക്കയിൽ ചെല്ലുമ്പോൾ അവിടെ കൊടുക്കുമ്പോൾ അമേരിക്കൻ ഡോളറിലായിരിക്കും കൺവേർട്ട് ചെയ്ത് തരുന്നത്. അപ്പോൾ ഇതെല്ലാം ഡീൽ ചെയ്യുന്ന മാർക്കറ്റാണ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്ന് പറയുന്നത്. In India, foreign exchange market is the privilege of the Reserve Bank of India. Foreign Exchange Regulation Act (FERA) was passed by the Government of India in 1947, which was later modified in 1973 to regulate foreign exchange market. ഇന്ത്യയിൽ ഈ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്, ഇതിൻ്റെ പ്രിവിലേജ്, ഇതിൻ്റെ ആനുകൂല്യം മുഴുവനും റിസർവ് ബാങ്കിനാണ്, RBIക്കാണ്. ഇതിനെ, ഈ ഫോറിൻ എക്സ്ചേഞ്ചിനെ റെഗുലേറ്റ് ചെയ്യാൻ, നിയന്ത്രിക്കാനായിട്ട് FERA ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട് തന്നെ ഇന്ത്യ ഗവൺമെൻറ് 1947 പാസ്സാക്കിയിട്ടുണ്ട്. ഇതിനെ പിന്നീട് 1973 മോഡിഫൈ ചെയ്തിട്ടുണ്ട്, ഭേദഗതി വരുത്തിയിട്ടുണ്ട്. ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യാൻ, നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിൻ്റെ ഫുൾ കൺട്രോളും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയ്ക്കാണ്. Here are the assignment questions for you. Number 1, what do you mean by financial guarantees market? Question number 2, what is performance guarantee? And question 3, what are different types of financial guarantees? And last question, define foreign exchange market. I hope all of you have understood the second part of the topic, types of financial market, quite well. For more information and classes, please subscribe the YouTube channel of our college, Bosco Campus Vision. Thank you for listening.